ദസോ ഏവിയേഷന്റെ റഫാൽ യുദ്ധവിമാനം വാങ്ങുന്ന എട്ടാമത്തെ രാജ്യമായി ഇന്തോനേഷ്യ 18 ഫ്രഞ്ച് യുദ്ധവിമാനങ്ങളുടെ രണ്ടാം ഘട്ടവും സജീവമാക്കിയിരിക്കുന്നു. നേരത്തെ ഓർഡർ ചെയ്ത 42 യുദ്ധവിമാനങ്ങൾക്ക് പുറമെയാണ് ഈ ഓർഡർ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഫ്രഞ്ച് ടച്ചുള്ള യുദ്ധവിമാനമായ റഫാലിന് ഈ പുതിയ ഓർഡർ ഒരു വഴിത്തിരിവാണ് എന്ന് കരുതപ്പെടുന്നു. ഫ്രഞ്ച് ഒമ്നി റോൾ ഫൈറ്റർ ജെറ്റായ റഫാൽ ദീർഘകാലത്തേക്ക് വിമാനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തെ കണ്ടെത്താൻ നന്നായി പാടുപെട്ടിരുന്നു. ഈജിപ്തിൽ നിന്നും ഖത്തറിൽ നിന്നുമുള്ള ചില ഓർഡറുകൾ ഒഴികെ റഫാലിന്റെ ഓർഡർ ബുക്കിൽ അഭിമാനിക്കാൻ ഒന്നുമില്ലായിരുന്നു. ഫ്രഞ്ച് ഭാഷയിൽ കൊടുങ്കാറ്റ് എന്നർത്ഥം വരുന്ന റഫാൽ ബെൽജിയം, ബ്രസീൽ, കാനഡ, ഫിൻലാൻഡ്, കുവൈത്ത്, സിംഗപ്പൂർ, സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള മികച്ച ചില കരാറുകൾ നേടുന്നതിൽ പരാജയപ്പെട്ടിരുന്നു. വിമാനത്തിന്റെ ഉയർന്ന വിലയാണ് ഈ കരാറുകൾ നേടുന്നതിനെതിരായ ഒരു പ്രധാന നിർണായക ഘടകമായി ഉയർന്നു വന്നത്. ഈ ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ എയർക്രാഫ്റ്റിനെ എയർ ടു എയർ കോമ്പാറ്റ് നടത്താൻ കഴിയുന്നതിനോടൊപ്പം തന്നെ എയർ ടു ഗ്രൗണ്ട് ദൗത്യങ്ങളിൽ ലക്ഷ്യങ്ങളിൽ കൃത്യമായി ബോംബുകൾ വർഷിക്കാൻ കഴിയും. കൂടാതെ റഫാലിന്റെ ക്യാമറകൾ, റഡാറുകൾ, സെൻസറുകൾ എന്നിവ കാരണം ഇവയെ ഇന്റലിജൻസ് ശേഖരണത്തിനും ഉപയോഗിക്കാൻ കഴിയും. ഫ്രഞ്ച് നേവി, ഫ്രഞ്ച് വ്യോമസേന, ഈജിപ്ത്, ഖത്തർ, ഇന്ത്യ, ഗ്രീസ്, ക്രൊയേഷ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയ്ക്ക് പുറമെ റഫാൽ യുദ്ധവിമാനങ്ങളുടെ എട്ടാമത്തെ ഉപഭോക്താവായി ഇന്തോനേഷ്യയും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മാറിയതോടെ റഫാൽ യുദ്ധവിമാനം ഒരു പുതുചരിത്രം തന്നെ എയ്റോസ്പേസ് വ്യവസായത്തിൽ എഴുതി ചേർത്തു. ഞങ്ങൾ കരുതിയത് ഭാരം കുറഞ്ഞ മൾട്ടി റോൾ യുദ്ധവിമാനങ്ങൾ വിൽക്കാൻ എളുപ്പമാണെന്നായിരുന്നുവെന്നും അക്കാലത്ത് ഈ വിമാനം ഒരു വിവാദമായിരുന്നുവെങ്കിലും ഇപ്പോൾ വൻ വിജയം കാണുന്നുവെന്നും ദസോ ഏവിയേഷന്റെ വക്താവ് മാത്യു ദുരന്ത് പറയുന്നു. റഫാൽ യുദ്ധവിമാനങ്ങളുടെ നിലവിലുള്ള ഉപയോക്താക്കൾ അവരുടെ ഓർഡറുകൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല, സൗദി അറേബ്യ, സെർബിയ, മലേഷ്യ, ഇറാഖ്, കൊളംബിയ, ബംഗ്ലാദേശ് തുടങ്ങിയ നിരവധി സാധ്യതയുള്ള ഉപഭോക്താക്കളും ഇന്ന് റഫാലിനുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. റഫാൽ യുദ്ധവിമാനത്തിന്റെ വികസനത്തിന് വളരെ സമയമെടുത്തിരുന്നു. ഡെമോൺസ്ട്രേറ്റർ 1986 ജൂലൈ 4 പറന്നുവെങ്കിലും പ്രോഗ്രാം ഔദ്യോഗികമായി 1988 ജനുവരിയിലാണ് ആരംഭിച്ചത്. കൂടാതെ പ്രോട്ടോടൈപ്പ് 1991 മെയ് 19 പ്രക്ഷേപണം ചെയ്തുവെങ്കിലും ആദ്യത്തെ റഫാൽ F1 കൃത്യം 1 ദശാബ്ദത്തിനു ശേഷം 2001 മെയ് 18 മാത്രമാണ് ഫ്രഞ്ച് നാവികസേനയ്ക്ക് കൈമാറിയത്. അതിനുശേഷം ഫ്രാൻസ് ഈ യുദ്ധവിമാനം അഫ്ഗാനിസ്ഥാൻ, ലിബിയ, ഇറാഖ്, സിറിയ, മാലി എന്നിവിടങ്ങളിൽ വിന്യസിച്ചു. അവിടെ 2013 9 മണിക്കൂറും 35 മിനിറ്റും നീണ്ടുനിന്ന ഏറ്റവും ദൈർഘ്യമേറിയ ദൗത്യത്തിനായി റഫാൽ പറന്നിരുന്നു. അഫ്ഗാനിസ്ഥാൻ, ലിബിയ, മാലി, ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിൽ വിന്യസിച്ച റഫാൽ ജെറ്റുകൾ എല്ലായിടത്തും ശത്രുക്കളെ അപ്രസക്തമാക്കിയെന്ന് മാത്രമല്ല, ഒരിക്കൽ പോലും ശത്രുവിന് അവയൊന്ന് തൊടാൻ പോലും സാധിച്ചിരുന്നില്ല. ലോകത്തിലെ 4ാമത്തെ വലിയ വ്യോമസേനയായ ഇന്ത്യൻ വ്യോമസേന 2012 യൂറോ ഫൈറ്റർ ടൈഫൂണുകൾക്ക് പകരം റഫാലിനെ തിരഞ്ഞെടുത്തപ്പോൾ അത് ഫ്രഞ്ച് യുദ്ധവിമാനങ്ങൾക്കുള്ള ഓർഡറുകളുടെ വൻതോതിലുള്ള വർധനവിന് കാരണമായിരുന്നു. അതിനുശേഷം 80 റഫാൽ യുദ്ധവിമാനങ്ങൾക്കായുള്ള ചരിത്രപരമായ ഒരു കരാറിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒപ്പുവെച്ചു. 42 യുദ്ധവിമാനങ്ങളുമായി ഓർഡർ ചെയ്ത റഫാൽ വിമാനങ്ങളുടെ എണ്ണത്തിൽ UAEക്ക് പിന്നിലാണ് ഇന്തോനേഷ്യ നിലവിൽ. 2023 ഓഗസ്റ്റ് 11 18 വിമാനങ്ങൾക്കായുള്ള രണ്ടാം ഘട്ടവും ഇന്തോനേഷ്യ നിലവിൽ സജീവമാക്കി. ഈജിപ്ത് തുടക്കത്തിൽ 24 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുകയും 30 യുദ്ധവിമാനങ്ങൾക്ക് കൂടി ഫോളോ ഓൺ ഓർഡർ നൽകുകയും ചെയ്തിരുന്നു. ഇന്ത്യ തങ്ങളുടെ വ്യോമസേനയ്ക്കായി 36 റഫാലുകൾ ഓർഡർ ചെയ്യുകയും നാവികസേനയ്ക്കായി നിലവിൽ 26 റഫാലം വിമാനങ്ങൾ അന്തിമമാക്കുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും ചെറിയ വിമാനങ്ങൾ കൊണ്ട് ഏറ്റവും വിശാലമായ റോളുകൾ നിർവഹിക്കാൻ കഴിയുമെന്ന് റഫാൽ നിലവിൽ ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്ന് വിമാന നിർമ്മാതാക്കളായ ദസോ ഏവിയേഷൻ പറയുന്നു. ഇതിന് ദീർഘദൂര എയർ ടു എയർ മിസൈലായ മീറ്റിയോർ, ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലായ മിക്ക, ദീർഘദൂര സ്റ്റാൻഡ് ഓഫ് മിസൈലായ സ്കൽപ്പ്, ആന്റി ഷിപ്പ് മിസൈലായ AM-39 എക്സോസെറ്റ്, ലേസർ ഗൈഡഡ് ബോംബുകൾ, ക്ലാസിക് ബോംബുകൾ എന്നിവ വഹിക്കാനാകും. റഫാൽ സ്ഥിരമായ ക്വിക്ക് റിയാക്ഷൻ അലേർട്ട്, വ്യോമ പ്രതിരോധം, എയർ പോലീസിംഗ് ദൗത്യങ്ങൾ, ആണവ പ്രതിരോധ ചുമതലകൾ, പവർ പ്രൊജക്ഷൻ, ബാഹ്യ ദൗത്യങ്ങൾക്കുള്ള വിന്യാസം, ഡീപ് സ്ട്രൈക്ക് ദൗത്യങ്ങൾ, കരസേനയ്ക്കുള്ള വ്യോമ പിന്തുണ, നിരീക്ഷണ ദൗത്യങ്ങൾ, പൈലറ്റ് പരിശീലന പരിപാടികൾ എന്നിവയിൽ പങ്കെടുക്കുന്നു. വ്യോമസേനയ്ക്ക് വേണ്ടിയുള്ള സിംഗിൾ സീറ്റർ റഫാൽ C, റഫാൽ B ട്വിൻ സീറ്റർ ട്രെയിനർ, നേവിക്ക് വേണ്ടിയുള്ള റഫാൽ M സിംഗിൾ സീറ്റർ എന്നിങ്ങനെ 3 വേരിയന്റുകളിൽ റഫാൽ യുദ്ധവിമാനങ്ങൾ വരുന്നു. 2006 ജൂണിൽ ആദ്യത്തെ സ്ക്വാഡ്രോൺ സ്ഥാപിതമായപ്പോൾ റഫാൽ Bയും റഫാൽ Cയും ഫ്രഞ്ച് വ്യോമസേനയിൽ സേവനത്തിൽ പ്രവേശിച്ചു. 2019 ജനുവരിയിൽ റഫാൽ F4 സ്റ്റാൻഡേർഡ് വിമാനങ്ങളുടെ വികസന കരാർ കമ്പനിക്ക് ലഭിച്ചു. ഏറ്റവും പുതിയ സ്റ്റാൻഡേർഡായ റഫാൽ F4 2024 സേനയിലെത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. റഫാലിന്റെ നിർമ്മാതാക്കൾ മികച്ച മാർക്കറ്റിംഗ് നടത്തിയിട്ടും ഫ്രാൻസിന്റെ താരതമ്യേന ചെറുതും കാര്യക്ഷമമല്ലാത്തതുമായ പ്രതിരോധ മേഖല യുദ്ധവിമാന പരിപാടിയിൽ മികച്ച നേട്ടം കൈവരിച്ചിരുന്നില്ല.
ചെറിയ പ്രൊഡക്ഷൻ ലൈനുകൾക്ക് വിമാനം വേഗത്തിലും കാര്യക്ഷമമായും നിർമ്മിക്കാൻ കഴിയില്ല എന്നതുകൂടാതെ ഗവേഷണത്തിനും വികസനത്തിനുമുള്ള ഫ്രഞ്ച് ബജറ്റ് അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നും വ്യത്യസ്തമായി വളരെ ചെറുതായിരുന്നു. മിക്ക രാജ്യങ്ങളും അമേരിക്കൻ ജെറ്റുകൾ വാങ്ങാൻ താൽപര്യപ്പെടുന്നത് സാങ്കേതിക മികവ് കാരണം മാത്രമല്ല, ഫ്രഞ്ചുകാർക്ക് പകരം അമേരിക്കക്കാരെ പ്രീതിപ്പെടുത്താനും കൂടിയാണ്. മികച്ച ഗുണങ്ങളുണ്ടെന്ന് അഭിപ്രായപ്പെട്ടിട്ടും വിമാനത്തിന് വളരെ വലിയ വിലയുള്ളതിനാൽ അന്താരാഷ്ട്ര വിപണിയിലെ പോരാട്ടത്തിൽ റഫാൽ ആദ്യം പരാജയപ്പെട്ടിരുന്നു. എന്നിരുന്നാലും അതിനുശേഷം, അതായത് ഇന്ത്യൻ വ്യോമസേന സ്വന്തമാക്കിയതിനെ തുടർന്ന് റഫാൽ ഒരുപാട് നിലവിൽ മുന്നോട്ടു പോയിരിക്കുന്നു. ഫ്രാൻസുമായി സർക്കാർ ടു സർക്കാർ കരാറിലൂടെയാണ് ഇന്ത്യ റഫാൽ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കിയത്. ചൈനയുമായി ഒരു വലിയ അതിർത്തി തർക്കമുണ്ടായതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഫ്രഞ്ച് പോരാളികൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഇൻവെന്ററിയിലേക്ക് എത്തിയത്. വിമാനം എത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇന്ത്യൻ സൈന്യം PLAയുമായി വലിയ ഏറ്റുമുട്ടൽ ഏർപ്പെട്ടിരുന്ന ലഡാക്കിൽ ഇന്ത്യ റഫാൽ ജെറ്റുകളെ വിന്യസിച്ചിരുന്നു. ഈ വർഷം ജൂണിൽ 4 റഫാലുകൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ദീർഘദൂര തന്ത്രപരമായ ദൗത്യം നടത്തിയെന്ന വിവരം ഇന്ത്യൻ വ്യോമസേന പുറത്തുവിട്ടു. കിഴക്കൻ സെക്ടറിലെ ഹസിമാര സ്റ്റേഷനിൽ നിന്നും പറന്നുയർന്ന ഈ യുദ്ധവിമാനങ്ങൾ 6 മണിക്കൂറിലധികം പറന്നതിന്റെ ദീർഘദൂര പോരാട്ടശേഷി പ്രകടമാക്കി. വിമാനം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആയുധ വിക്ഷേപണ കേന്ദ്രങ്ങളിലേക്ക് പറന്നതിന് ശേഷം താവളത്തിലേക്ക് മടങ്ങുകയായിരുന്നു. പരമ്പരാഗതമായി ഇന്ത്യയുടെ വീട്ടുമുറ്റമായി കണക്കാക്കപ്പെടുന്ന ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചു എന്നുള്ള ചൈനയ്ക്കുള്ള പ്രധാന സൂചനയായിരുന്നു ഈ ദൗത്യം. വില കൂടിയ യുദ്ധവിമാനം വാങ്ങിയതിനെ ഇന്ത്യൻ സർക്കാർ വിമർശിക്കപ്പെട്ടിരുന്നുവെങ്കിലും വിമാനത്തിന്റെ ആയുധ സംവിധാനങ്ങളാണ് അതിനെ വിലയുണ്ടാക്കുന്നത് എന്ന് വ്യോമസേന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. സത്യത്തിൽ പാകിസ്ഥാന്റെ അമ്രാം അഥവാ അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലിനെ നേരിടാൻ കഴിവുള്ള ഒരു മിസൈൽ ഇന്ത്യക്കില്ലായിരുന്നു എന്നതൊരു പോരായ്മ തന്നെയായിരുന്നു. റഫാൽ വഴി അമ്രാമിനെ നേരിടാൻ കഴിയുന്ന മീറ്റിയോർ, മിക്ക എന്ന മിസൈലുകൾ ലഭിക്കുകയും അതോടൊപ്പം സ്കാൽപ്പ് സ്റ്റാൻഡ് ഓഫ് വെപ്പൺ കൂടി എത്തിയതോടെ ശത്രുപ്രദേശത്ത് പ്രവേശിക്കാതെ തന്നെ ശത്രു ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള കഴിവ് റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് നൽകുന്നു. ഇന്ത്യക്ക് സമാനമായ ആയുധങ്ങൾ ആരും വാഗ്ദാനം ചെയ്യാത്തതിനാൽ ഇത്തരം മിസൈലുകൾ സംയോജിപ്പിച്ച റഫാൽ യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ ശത്രുക്കൾക്ക് മേൽ ഇന്ത്യക്ക് മികച്ച മേധാവിത്വം നൽകുന്നു. ഫ്രാൻസ്, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ റഫാൽ ജെറ്റുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് വിതരണം ചെയ്തവ കൂടുതൽ സങ്കീർണവും ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്നത്തെ പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി മികച്ചതായി കസ്റ്റമൈസ് ചെയ്തവയുമാണ്. പൈലറ്റുമാർക്ക് ഹെൽമറ്റഡ് മൗണ്ടഡ് സൈറ്റിൽ നിന്നും ടാർഗറ്റിംഗ് സിസ്റ്റങ്ങളിൽ നിന്നും കാര്യമായ പ്രയോജനം നേടാനും മിന്നൽ വേഗത്തിൽ ആയുധങ്ങൾ ഫയർ ചെയ്യാനും കഴിയും. വളരെ കൃത്യമായ രീതിയിൽ നിലവിലെ പാകിസ്ഥാന്റെ അമ്രാമിന്റെ ദ്രുതവിന്യാസം തടയുന്നതിനായി ലേ പോലെയുള്ള ഉയർന്ന ആൾട്ടിറ്റ്യൂഡിലുള്ള വ്യോമതാവളങ്ങളിൽ നിന്നും കോൾഡ് സ്റ്റാർട്ട് ചെയ്ത് റഫാലിന് എളുപ്പത്തിൽ പറന്നുയരാനാകും. ഇന്ത്യൻ വ്യോമസേന റഫാലിനെ ഉൾപ്പെടുത്തിയാൽ ഏകദേശം 50 വർഷത്തേക്ക് ഫ്രാൻസ് വ്യാവസായിക പിന്തുണ നൽകുമെന്നും വാഗ്ദാനം ചെയ്തിരുന്നു. എല്ലാ രീതിയിലും ഇന്ത്യക്കായി നവീകരിച്ച റഫാൽ യുദ്ധവിമാനങ്ങൾ നിലവിൽ ലോകത്തുള്ള ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനങ്ങളിൽ ഒന്ന് തന്നെയാണ്.